എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 2025 മാർച്ച് 9 നടന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ഓൺലൈൻ എക്സാമിലെ സബ്ജക്റ്റിന്റെ ഭാഗത്തുനിന്നുള്ള കുറച്ച് നല്ല ചോദ്യങ്ങൾ നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവൂലേ ഇതേതാണ് പുതിയ പ്ലാറ്റ്ഫോം എന്ന്. ദേവിക പ്ലസ് പോയിന്റ് കേരളത്തിലെ പ്രമുഖ സഹകരണ കൂട്ടായ്മയായ സഹകരണ വീക്ഷണവുമായി ചേർന്നുകൊണ്ട് CSEB നടത്തുന്ന ക്ലർക്ക് കാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങി എല്ലാ തസ്തികകളിലേക്കും ഓൺലൈൻ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സഹകരണ വീക്ഷണത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അത് കോണ്ടാക്ട് ചെയ്യുക. തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു എക്സാമിന് പോകുമ്പോൾ, ഏതൊരു എക്സാം ആയിക്കോട്ടെ, എക്സാമിന് പോകുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വിലയിരുത്തുന്ന ഒരു കുട്ടികൾക്ക് മനസ്സിലാവും ഏതൊരു പരീക്ഷയിലും ഒരു 60 to 70% ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു തുടക്കക്കാരന് പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന അത്രയും എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. പലപ്പോഴും കുട്ടികൾ ആ ചോദ്യങ്ങൾ എഴുതിയിട്ടാണ് പരീക്ഷ വളരെ എളുപ്പമാണല്ലോ എന്ന് പറയുന്നത്. ഒരു പരീക്ഷയും എളുപ്പമല്ല. എളുപ്പമാണെങ്കിൽ എഴുതുന്ന എല്ലാവർക്കും ജോലി കിട്ടണ്ടേ? ബാക്കിയുള്ള 30 to 40% ക്വസ്റ്റ്യൻസ് ആണ് ആ പരീക്ഷയിലെ വിജയിയെ തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒരു മുൻവർഷം നടന്ന ഒരു 50ഓളം, മിനിമം 50എങ്കിലും ചോദ്യപേപ്പറുകൾ നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന എക്സാമുകളിൽ ജോലിക്ക് കയറാനായിട്ട് കഴിയും. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എ ബിൽ ഷുഡ് ബി പ്രസന്റഡ് ഫോർ അക്സെപ്റ്റൻസ് ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ ഡ്രോയി ടു ഡാഷ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് CSEBയുടെ മത്സര പരീക്ഷകളിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഭാഗമാണല്ലേ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും ചെക്കിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യം പുതിയ ചോദ്യമാണ്. നോക്കൂ, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്കറിയാം, ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ അല്ലെ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്ട് 1881 സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടി ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി പ്രിപ്പയർ ചെയ്യുന്ന അതിന്റെ മേക്കറായ ഡ്രോയർ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്സെപ്റ്റൻസ് നിർബന്ധമാണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഡ്രോയി. പിന്നീട് ആരാണോ പേയ്മെന്റ് സ്വീകരിക്കുന്നത്, ദ പേഴ്സൺ ഹു റിസീവ്സ് ദ പേയ്മെന്റ് പേ. ഇങ്ങനെ 3 പേരല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ചോദ്യം എന്താണ്? ഡ്രോയി ഇൻസോൾവെന്റ് ആവുന്ന കേസില് ആരാണ് ഡ്രോയിക്കായിട്ട് ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നത്? നോക്കൂ, എ ബിൽ ഷുഡ് ബി പ്രസന്റഡ് ഫോർ അക്സെപ്റ്റൻസ് ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ ഡ്രോയി. ഡ്രോയി ഇൻസോൾവെന്റ് ആവുമ്പോൾ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ആരുടെ അടുത്താണ് ബില്ല് പ്രസന്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആണ്: ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്, ഒഫീഷ്യൽ റിസീവർ, അക്സെപ്റ്റൻസ് ഫോർ ഓണർ, ഓൾ ഓഫ് ദ എബോവ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കുട്ടികൾക്കറിയാം ഇതില് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. കാരണം നമുക്ക് ഒഫീഷ്യൽ റിസീവർ ആരാണ്, അല്ലെങ്കിൽ ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എന്താണ്, അക്സെപ്റ്റൻസ് ഫോർ ഓണർ എന്താണ്, ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. നോക്കൂ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻസോൾവൻസിയും ബാങ്ക്രപ്റ്റസിയും പല സാഹചര്യത്തിലും ഒരേപോലെ തന്നെ ഉപയോഗിക്കുന്ന 2 വേർഡുകളാണ് ഇൻസോൾവൻസിയും ബാങ്ക്രപ്റ്റസിയും. പക്ഷെ ഇത് രണ്ടും കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് അവരുടെ ലയബിലിറ്റീസ് അസറ്റിനേക്കാൾ കൂടുതലാവുക, അതായത് അവർക്ക് അവരുടെ ഡെപ്റ്റ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസോൾവൻസി എന്ന് വിളിക്കാം. എന്നാൽ ബാങ്ക്രപ്റ്റസി എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോസസ്സാണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയെ ആ ഇൻസോൾവെന്റ് ആയി ഡിക്ലെയർ ചെയ്യുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ് ബാങ്ക്രപ്റ്റസി. ഓക്കെ, നോക്കൂ, ഇൻസോൾവൻസി റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് where an individual or organization is unable to meet their debts, while bankruptcy is a formal legal process that can be initiated when an entity is insolvent. ഒരു എൻറ്റിറ്റി
ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോൾ വരുന്ന ലീഗൽ പ്രോസസ്സാണ് ഇത് ബാങ്ക്രപ്റ്റസി. നമ്മളോട് മുന്നേ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഒരാളുടെ ഇൻസോൾവൻസി ആരാണ് ഡിക്ലെയർ ചെയ്യാൻ? ഒരാളെ ഇൻസോൾവെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ ആർക്കാണ് കഴിയുക? കോർട്ടിനാണ് കഴിയുക അല്ലെ. നോക്കൂ, ഇൻസോൾവൻസി ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് വേർ എ പേഴ്സൺ കനോട്ട് മീറ്റ് ഡെറ്റ് പേയ്മെന്റ്സ് ഓൺ ടൈം. കറക്റ്റ് ആയിട്ട് കൃത്യസമയത്ത് തിരിച്ചടവുകൾ കൊടുക്കാൻ കഴിയാതെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസോൾവൻസി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇങ്ങനെ ഒരു ഡ്രോയി ഇൻസോൾവെന്റ് ആണെങ്കിൽ, ഡ്രോയിക്ക് ഇൻസോൾവൻസി ഉണ്ടെങ്കിൽ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നത് ആരുടെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരുടെ മുന്നിലാണ് പ്രസന്റ് ചെയ്യുന്നത്? ഒഫീഷ്യൽ റിസീവറുടെ മുന്നിലാണ്. അപ്പൊ ആരാണ് ഒഫീഷ്യൽ റിസീവർ? ഒരു ഇൻസോൾവൻസി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഇൻസോൾവൻസിക്ക് വേണ്ടി നമ്മൾ ഇൻസോൾവൻസി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് കോടതിക്ക് മാത്രമല്ല ഒരാളെ ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ കോടതിയെ സമീപിക്കുമ്പോൾ ആ വ്യക്തിയുടെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒഫീഷ്യൽ റിസീവർ. നോക്കൂ, ആൻ ഒഫീഷ്യൽ റിസീവർ റെഫേഴ്സ് ടു എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ എ കോർട്ട് ഓർ അതർ അതോറിറ്റി ടു മാനേജ് ദ അഫയേഴ്സ് ആൻഡ് അസറ്റ്സ് ഓഫ് ബാങ്ക്രപ്റ്റ് ഓർ ഇൻസോൾവെന്റ് എൻറ്റിറ്റി. ആ ബാങ്ക്രപ്റ്റിന്റെ അല്ലെങ്കിൽ ഇൻസോൾവെന്റ് എൻറ്റിറ്റിയുടെ അസറ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആര്? ഒഫീഷ്യൽ റിസീവർ. അതുകൊണ്ടാണ് ഇതിന്റെ ഉത്തരം ഒഫീഷ്യൽ റിസീവർ ആയത്. എപ്പോഴും നമ്മൾ ചോദ്യം വായിച്ച് ഉത്തരം മാത്രം പഠിച്ചാൽ പോരാ, അതിലെ മറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് കൂടി നോക്കണം. അപ്പൊ മാത്രമാണ് ഒരു നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലർ പറയുന്നേക്കാം, മിസ്സേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ധാരാളം നോക്കിയിട്ടുണ്ട്. എങ്ങനെയാ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദ്യം വായിക്കുന്നു, അതിന്റെ ഉത്തരം പഠിക്കുന്നു, കറക്റ്റ് ചോദ്യം ഉത്തരം അങ്ങനെ പഠിച്ചു പോകരുത്. 4 ഓപ്ഷനും മനസ്സിലാക്കി പഠിക്കണം. ഓരോ ഓപ്ഷനും എന്താണെന്ന് വ്യക്തമായി. കാരണം ഇത്തവണ ചോദിച്ച ചോദ്യമായിരിക്കില്ല, ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത തവണ വരുന്നത്. നോക്കൂ, ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് ഈസ് എ പേഴ്സൺ നെയിംഡ് ഓൺ ദ ബിൽ ഓർ ആൻ എൻഡോഴ്സ്മെന്റ് who can be resorted to for payment if the primary drawee, the person ordered to pay, is unable or unwilling to do so. അതായത് ഡ്രോയി ഇൻ ഒഫീഷ്യൽ റിസീവർ ആരാണ്? കോടതി അപ്പോയിന്റ് ചെയ്ത പേഴ്സൺ. ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എന്ന് പറഞ്ഞാൽ ഡ്രോയി ബിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ബില്ലിൽ ആ വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടാവും. അതായത് അക്സെപ്റ്റ് ചെയ്ത പ്രൈമറി ഡ്രോയിക്ക് അൺഏബിൾ ടു പേ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ആ പേയ്മെന്റ് നടത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അൺവില്ലിംഗ് ടു ഡു സോ, പേയ്മെന്റ് ചെയ്യാൻ അൺഏബിൾ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ എനിക്ക് പകരം ഇന്നയാള് പേയ്മെന്റ് തരും എന്ന് പറഞ്ഞുകൊണ്ട് ബില്ലിൽ എഴുതി പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഇന്നയാള് തരണം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴും എന്താണ്? അൺകണ്ടീഷണൽ ഓർഡർ ആണ് അല്ലെ. അപ്പോ അങ്ങനെ ബില്ലിൽ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും ആരുടെ? ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്. ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എപ്പോഴാണ് വരുന്നത്? പ്രൈമറി ഡ്രോയിക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പ്രൈമറി ഡ്രോയി പേയ്മെന്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ആര് പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അത് എവിടെ പറഞ്ഞിട്ടുണ്ടാവും? അദ്ദേഹത്തിന്റെ പേര് ബില്ലിൽ വ്യക്തമാക്കിയിട്ടുണ്ടാവും. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു നോക്കൂ, അക്സെപ്റ്റൻസ് ഫോർ ഓണർ. അക്സെപ്റ്റൻസ് ഫോർ ഓണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡിന്റെ പേര് ബില്ലിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഫോർ ഓണർ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഈ വ്യക്തിയുടെ പേര് ബില്ലിൽ എവിടെയും ഉണ്ടാവില്ല. ഒരു തേർഡ് പാർട്ടി ഡ്രോയറുടെ കൺസെന്റോടുകൂടി ആ ബില്ലിന്മേൽ പേയ്മെന്റ് നടത്തുകയാണ്. അതായത് ഡ്രോയിയെ ഈ ഡെപ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പേയ്മെന്റ് ആര് നടത്തുകയാണ്? ഒരു മൂന്നാമതൊരു വ്യക്തി, ഒരു തേർഡ് പാർട്ടി ചെയ്യുന്നതാണ്. അതിനെയാണ് എന്ത് പറയുക? അക്സെപ്റ്റൻസ് ഫോർ ഓണർ എന്ന് പറയുക. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ആരെങ്കിലും പ്രതിസന്ധിയിലാവുമ്പോ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ ചെയ്യാം, ആൾക്ക് പകരം ഞാൻ ആ പൈസ തരാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ജോലി കിട്ടി അത്യാവശ്യം നല്ല സാമ്പത്തിക അവസ്ഥയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരുടെ ബാധ്യതകൾ, അങ്ങനെ കുറച്ചൊക്കെ, വലിയ ബാധ്യതകളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ സഹായിക്കണം അല്ലെ. അപ്പൊ അതേപോലെ ഒരു ബില്ലിന്മേൽ ഈ പറയുന്ന പ്രൈമറി ഡ്രോയിക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഡ്രോയറുടെ കൺസെന്റോടുകൂടി, ഓക്കെ, ഡ്രോയറുടെ സമ്മതത്തോടുകൂടി ആ ബില്ലിന്മേൽ പേയ്മെന്റ് നടത്തി ബില്ലിനെ ഓണർ ചെയ്യുന്നതാണ് ഏത്? അക്സെപ്റ്റൻസ് ഫോർ ഓണർ. നോക്കൂ, അക്സെപ്റ്റൻസ് ഫോർ ഓണർ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ where a third party who is not originally liable on bill of exchange, bill of exchange liable അല്ലാത്ത ഒരു third party accept it for the owner of another party, മറ്റൊരാൾക്ക് വേണ്ടി accept ചെയ്യുന്നു. This means they agree to pay the bill if the original drawee, അതായത് ആദ്യം ആരാണോ accept ചെയ്ത് അദ്ദേഹം, the person who is supposed to pay fails to do so. Acceptance for owner is done with the consent of the
ഹോൾഡർ ബൈ റൈറ്റിംഗ് ഓൺ ദ ബിൽ. ബില്ലിൽ എഴുതി ആ ഹോൾഡർ, അതായത് ആരാണോ ഡ്രോയർ തന്നെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയർ ആയിരിക്കും ഹോൾഡർ, അല്ല ഡ്രോയർ അത് എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡോസർ ആയിരിക്കും, അല്ലെ എൻഡോസി ആയിരിക്കും എന്ത് ഹോൾഡർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. എൻഡോസ്മെന്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും എൻഡോസിക്കാണ് അതുണ്ടാവുക, അതായത് എൻഡോസി ആയിരിക്കും അതിന്റെ ഹോൾഡർ ആയിട്ട് ഉണ്ടാവുക. ആ ഹോൾഡറുടെ കൺസെന്റോട് കൂടി ഒരു തേർഡ് പാർട്ടി പ്രൈമറി ഡ്രോയിക്ക് പേയ്മെന്റ് നടത്താൻ കഴിയാത്ത ആ തുക അടച്ചുകൊണ്ട് ബില്ലിനെ ഓണർ ചെയ്യുന്നതാണ് അക്സെപ്റ്റൻസ് ഫോർ ഓണർ. നോക്കൂ, ഒരു നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന കുട്ടിക്ക് മാത്രമേ അത് ഒഫീഷ്യൽ റിസീവർ ആണെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ വ്യക്തമായി മനസ്സിലാക്കുക, ഒരു ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഡ്രോയിയാണ് ആ ബില്ലിന്മേൽ പേയ്മെന്റ് നൽകേണ്ടത്. ബില്ല് എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ഡ്രോയർ, മേക്കർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണ് ഡ്രോയർ. ഇനി അതേപോലെ തന്നെ ആരാണോ പേയ്മെന്റ് സ്വീകരിക്കുന്നത്, വൺ ഹു റിസീവ്സ് ദ പേയ്മെന്റ് ആണ് പേയി. ഈ പ്രൈമറി ഡ്രോയിക്ക് ഇൻസോൾവൻസി ഉണ്ടെങ്കിൽ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സൺ ആണ് ഒഫീഷ്യൽ റിസീവർ. അദ്ദേഹത്തിന്റെ അസറ്റ്സ് എല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി കോർട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ഒഫീഷ്യൽ റിസീവർ. എന്നാൽ ബില്ലിൽ തന്നെ എഴുതിക്കൊണ്ട് പ്രൈമറി ഡ്രോയിക്ക് പേയ്മെന്റ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പേയ്മെന്റ് നടത്തുന്നതിനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബാക്കപ്പ് പെയർ വെക്കുന്നതാണ് ആര്, ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്. മൂന്നാമത്തത് അക്സെപ്റ്റൻസ് ഫോർ ഓണർ. ബില്ലിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത, അതുവരെ ലയബിലിറ്റി ഇല്ലാത്ത ഒരു തേർഡ് പാർട്ടി ആ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് ആ ബില്ലിന്മേൽ പേയ്മെന്റ് നടത്തുക, പ്രൈമറി ഡ്രോയെ ഡെപ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ആരുടെ കൺസെന്റോട് കൂടി മാത്രമേ നടക്കൂ, ഹോൾഡറുടെ കൺസെന്റോട് കൂടി മാത്രമേ നടക്കൂ. അതിനെയാണ് എന്ത് പറയുന്നത്, അക്സെപ്റ്റൻസ് ഫോർ. ഈ ചോദ്യം നിങ്ങൾ ഇതുവരെ CSEB നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം റയർ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ആസ് പെർ ദ ന്യൂ അമെന്റ്മെന്റ് ഹൗ മെനി നോമിനീസ് ക്യാൻ അസൈൻഡ് ഫോർ എ ബാങ്ക് അക്കൗണ്ട്? എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ബെസ്റ്റ് എക്സാമ്പിൾ ഈ പരീക്ഷയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ പറയേ ഒരു എക്സാമിന് പോകുമ്പോൾ അതിന്റെ ഒരു മാസം 2 മാസം മുന്നേയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കി പോകണം എന്നല്ലേ. 2025 മാർച്ച് 9 എക്സാം നടന്നപ്പോ 2025 മാർച്ച് 1 സെബിയുടെ ചെയർമാനായി ചുമതലയേറ്റ തുഹിൻ കാന്ത പാണ്ഡെയെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതങ്ങനെയല്ല ചോദ്യം വന്നത് നിലവിൽ സെബിയുടെ ചെയർമാൻ ആരാണ്. ഓപ്ഷൻ എ ആയിട്ട് പാണ്ഡെയുടെ പേരും ഓപ്ഷൻ ഡി ആയിട്ട് മദാബി പുരിബച്ച്, നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന സെബിയുടെ ചെയർമാനെ കുറിച്ച്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ജനുവരി വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അന്നെല്ലാം നമ്മൾ പഠിക്കുന്ന സെബിയുടെ ചെയർമാൻ ആരാണ്, മദാബി പുരിബച്ച് ആണ്. പക്ഷെ എക്സാമിന് ചോദിക്കുന്ന ദിവസത്തെ സെബിയുടെ ചെയർമാൻ ആരാണെന്നല്ലേ, തുഹിൻ കാന്ത പാണ്ഡെ. എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അതിലാണ് RBIയുടെ ഗൈഡ് ലൈൻസിന്റെ പ്രസക്തി. ഇനി വരുന്ന എക്സാമുകളില് ബാങ്കിങ്ങിന്റെ ഭാഗത്തുനിന്ന് 20 മാർക്കാണ്. ഏറ്റവും നല്ല ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ബാങ്കിങ്. എന്തുകൊണ്ടാണ്? ഏറ്റവും പുതിയ കാര്യങ്ങൾ, ബാങ്കിങ് മേഖലയിലെ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. RBI എപ്പോഴും ഗൈഡ് ലൈൻസ് ഇറക്കുന്നുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ പോയിന്റ്സ് എല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിട്ട് പോകണോട്ടെ. എപ്പോഴും എക്സാമിന് അത് ചോദ്യം വരും, ശ്രദ്ധിക്കും. അപ്പോ പുതിയ RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു അക്കൗണ്ടിൽ പരമാവധി 4 നോമിനി ആവാം. മുന്നേ 1 നോമിനി ആയിരുന്നു, എത്ര പേരാവാം? 4 നോമിനി ആവാം. അപ് ടു 4 നോമിനീസ്. നോക്കൂ, ആസ് പെർ ദ ന്യൂ അമെന്റ്മെന്റ് ഹൗ മെനി നോമിനീസ് ക്യാൻ ബി അസൈൻഡ് ഫോർ എ ബാങ്ക് അക്കൗണ്ട്? എത്രയാണ്? അപ് ടു 4 നോമിനീസ്. 4 നോമിനി വരെ ആവാം. മനസ്സിലായോ? അടുത്ത ചോദ്യം അപ്പൊ നോക്കൂ, അതായത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്, BR ആക്ട് ഉണ്ട്. നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. 1949 നമുക്കറിയാം, 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്യുന്നത്, അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്ത്, ഒരു ബാങ്കിനെ നാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാങ്കിന്റെ മോർ ദാൻ 50% ഷെയർസും ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ അത്തരം ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെ. പക്ഷെ RBIയുടെ 100% ഷെയർ ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെന്റ് കയ്യിലാണ്. RBI ആണ് ബാങ്കേഴ്സ് ബാങ്ക്. ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാൻ RBIക്ക് അധികാരങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1949 മാർച്ചില് ബാങ്കിങ് കമ്പനീസ് ആക്ട് വരുന്നത്. 1966 ഇതിന്റെ പേര് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആക്കി മാറ്റിയത്.
ഇതേ ചോദ്യപേപ്പറിൽ സെക്ഷൻ 26A ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് എന്തിനെ കുറിച്ച് പറയുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഡെഫ് ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടില്ലേ, ആ ചോദ്യം ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നോമിനീസുമായി ബന്ധപ്പെട്ടാണ്. നോമിനീസിനെ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും എക്സാമിന് ചോദ്യം വരും. 45ZA സെക്ഷൻ 45ZA ഓഫ് BR ആക്ടിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, നോമിനി. നോക്കൂ, സെക്ഷൻ 45ZA ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് 1949 allows depositors to nominate one person to receive the deposit amount in the event of the depositor's death. The nominee then becomes entitled to all the rights of the deceased depositor regarding the deposit. ഒരു ഡെപ്പോസിറ്റ് ഒരു SB അക്കൗണ്ട് ആവാം, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാം, ഏതുമാവാം. അതില് ഈ തുടങ്ങിയ അക്കൗണ്ട് ആരാണോ ആ ഡെപ്പോസിറ്റർ, ആളുടെ മരണശേഷം ആ പൈസ, ആ തുക, ആ അവകാശം ആർക്കാണോ കൈമാറേണ്ടത് അദ്ദേഹമാണ് നോമിനി. മുന്നേ നമ്മുടെ എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു SB അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തി അതേ ബാങ്കിൽ ഒരു FD ഓപ്പൺ ചെയ്യുമ്പോൾ നോമിനി സെപ്പറേറ്റ് നോമിനി വേണോ എന്ന് നിങ്ങൾ ഓർക്കുക. എല്ലാത്തിനും സെപ്പറേറ്റ് നോമിനി വേണം. അതായത് ഇപ്പൊ എനിക്കൊരു ഒരു ബാങ്കിൽ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ടും ഒരു കറന്റ് അക്കൗണ്ടും കുറച്ച് FDയും ഉണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിലും എന്ത് വേണം, പ്രത്യേകം നോമിനി വെക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പഠിക്കണം. അതിപ്പോ നിങ്ങൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നവരാവാം, നിങ്ങൾ കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുന്നവരാവാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുത്തുന്നുണ്ടോ എന്നാണ്. കാരണം അടുത്ത ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഹൗ മച്ച് എമൗണ്ട് ഷുഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പേ ടുവേർഡ്സ് ഇലക്ഷൻ ഫീ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ടു ഇറ്റ്സ് മാനേജിംഗ് കമ്മിറ്റി? നമുക്കറിയാം, ഈ ചോദ്യം എഴുതാൻ പോയ കുറേ അധികം പേരില്ലേ, ആദ്യം ഒരു ഞെട്ടലായിരുന്നു. ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന് ഫീസ് ഉള്ള കാര്യം, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷന് ഫീസ് ഉള്ള കാര്യം പഠിച്ചിട്ടില്ലല്ലോ എന്നാണ് ഒരുപാട് പേര് ആദ്യം ചിന്തിച്ചത്. കാരണം KCS ആക്ടിനും റൂളിനും അമെന്റ്മെന്റ് വന്നിരിക്കുന്നു. 2024 നമ്മുടെ ആക്ടും റൂളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ മാർച്ച് 9 നടന്ന എക്സാമിന് KCS അമെന്റ്മെന്റ് റൂൾസ് അമെന്റ് ചെയ്തത്, അതായത് 2024 ഡിസംബർ 31 റൂൾ അമെന്റ്മെന്റ് നിലവിൽ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചോദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് ആ റൂൾ അമെന്റ്മെന്റ് ചോദ്യം വരില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിച്ചില്ല. കാരണം ഇനി ആ പരീക്ഷ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞാണ് പോയത്. നിങ്ങൾ മനസ്സിലാക്കുക, KCS ആക്ടിലും റൂളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇനി വരുന്ന എക്സാമുകൾക്ക് ഉറപ്പായിട്ടും ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും. റൂളിലെ അമെന്റ്മെന്റോടുകൂടി ഫീസുകൾ എല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് ആണെങ്കിൽ, പുതിയ രജിസ്ട്രേഷൻ ഫീസ് ഒരു താലൂക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ 2500 രൂപയാണ്. ഒരു ജില്ലയ്ക്ക് മുകളിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിൽ 12500 രൂപയാണ്. ബൈലോ അമെന്റ്മെന്റിന്റെ ഫീസ് വനിത SC/ST സ്കൂൾ കോളേജ് അവർക്ക് നേരത്തെ പോലെ തന്നെ 50 രൂപയാണ്. പക്ഷെ മറ്റ് സംഘങ്ങൾക്ക് 1000 രൂപയാക്കിയിരിക്കുന്നു. 500 ആയിരുന്നു, അത് 1000. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കാര്യം പുതിയതായി പഠിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിച്ചൊരു കാര്യത്തെ മാറ്റി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ സമയമെടുത്ത് വൃത്തിയായി മനസ്സിലാക്കി ചെയ്യണം. ഇല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പോയിട്ട് പഴയ ഫീസും പുതിയ ഫീസും എല്ലാം കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ എങ്ങനെ കൺഫ്യൂഷൻ വരാതെ പഠിക്കാം? റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, വ്യക്തമായി പഠിക്കുക, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആര്? സെക്ഷൻ 28B പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെയും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെയും എല്ലാം ഇലക്ഷൻ ഇനി മുതൽ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. റൂൾ 35A മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. 34A റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഇലക്ഷനെ കുറിച്ച് പഠിക്കുന്നു. റൂൾ 35E ഫീസ്, ഇലക്ഷന്റെ ഫീസ് വരുന്നത്. പ്രത്യേകം ഓർക്കണം, റൂൾ 35C എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ റൂള് തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കേരള ബാങ്കിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ പരമാവധി 21 അംഗങ്ങളുള്ള, കേരള ബാങ്ക് അപ്പെക്സ് ആണല്ലോ, അപ്പെക്സിൽ പരമാവധി 21 അംഗങ്ങളാണല്ലോ, ആ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ചും അതിൽ എത്ര പേരാണ് എലക്ടഡ് മെമ്പേഴ്സ്, എത്ര പേരാണ് എലക്ടഡ് മെമ്പേഴ്സ് CSEB ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള ബാങ്കിന്റെ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരാണ് എലക്ടഡ് മെമ്പേഴ്സ്? 15. ടോട്ടൽ 21 ആണെങ്കിലും 15 പേരാണ് എലക്ടഡ് മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള
പുതിയ പുതിയ കാര്യങ്ങൾ ആക്ടിലും റൂളിലും വന്നിട്ടുണ്ട്. അടുത്ത എക്സാമിന് മുന്നേ തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പം ഇതിൽ മാറ്റം വരാത്ത കുറേ സെക്ഷനും റൂളും ഉണ്ട്, അതും പഠിക്കണം. ഓക്കെ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്ത ക്ലാസ്സുകൾ മാത്രമാണ് ദേവിക പ്ലസ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2025 ശേഷം, ശരിക്കും പറഞ്ഞാൽ ഈ ഫെബ്രുവരി എക്സാമിന് ശേഷം മുഴുവൻ സബ്ജക്ട് ക്ലാസ്സുകളും ആദ്യം മുതൽ എടുത്തിട്ട്, കാരണം മുന്നിൽ നിങ്ങൾക്ക് അറിയാം ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ എന്നാണോ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അന്ന് മുതലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? 2020 ആ കോവിഡ് സമയത്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ തുടങ്ങിയത്. അപ്പൊ അന്നൊക്കെ എടുത്ത ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നത്. അതിന്റെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഈ പുതിയ അപ്ഡേറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ദേവിക പ്ലസ് പോയിന്റിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ദേവിക പ്ലസ് പോയിന്റ് കേരളത്തിലെ പ്രമുഖ സഹകരണ കൂട്ടായ്മയായ സഹകരണ വീക്ഷണവുമായി ചേർന്നിട്ട് ക്ലർക്ക് ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്രട്ടറി തുടങ്ങിയ എല്ലാ തസ്തികകളിലേക്കും ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന സഹകരണ വീക്ഷണത്തിന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നോക്കൂ, ഫീസ് റൂൾ 35E ഫീസ് വരുന്നത്. മെൻഷൻഡ് അബൌട്ട് പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഇലക്ഷൻ ഫീസ്. ഇലക്ഷൻ ഫീസ് അടയ്ക്കേണ്ടതിനെ കുറിച്ച്, അല്ലെ? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ പേ ഇലക്ഷൻ ഫീസ് ടു ദ ഗവൺമെന്റ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളായിക്കോട്ടെ, അതല്ല എങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോ ഇലക്ഷൻ ഫീസ് അടയ്ക്കേണ്ടത് ആർക്കാണ്? ഗവൺമെന്റിലേക്കാണ്. ഇലക്ഷൻ ഫീസ് ഷാൽ പെയ്ഡ് ടു ഗവൺമെന്റ് സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ടിംഗ് ഇലക്ഷൻ ടു ദ മാനേജിംഗ് കമ്മിറ്റി ആൻഡ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. ഓക്കെ, അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്കും ഇലക്ഷൻ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇലക്ഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ഷൻ ഫീസിൽ വന്ന മാറ്റം ശ്രദ്ധിക്കും, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പെക്സ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും 7500 രൂപ. അപ്പെക്സ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും 7500 രൂപ. സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി 4000 രൂപ. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസും ഹൗസിംഗ് സൊസൈറ്റീസും 3000 രൂപ. അതേപോലെ അതർ സൊസൈറ്റീസും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും 1500, 1500 രൂപ. ഓക്കെ, ശ്രദ്ധിക്കുക, അതർ സൊസൈറ്റി അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മറ്റ് സൊസൈറ്റികളും 1500 റുപ്പീസ്, ക്രെഡിറ്റ് സൊസൈറ്റിയും ഹൗസിംഗ് സൊസൈറ്റിയും 3000, സെൻട്രലും ഫെഡറൽ സൊസൈറ്റിയും 4500, 4500, അപ്പെക്സും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും 7500 രൂപ. പക്ഷെ 2025 മാർച്ച് 9 ഈ എക്സാം നടത്തിയപ്പോൾ ഇതുപോലെ എനിക്ക് എന്റെ ഓർമ്മ 3-4 ചോദ്യങ്ങള് പുതുക്കിയ ഫീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. CSEB സർക്കുലർ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ, അതായത് ആ പരീക്ഷയ്ക്ക് റൂൾ അമെന്റ്മെന്റ് ബാധകമാവില്ല എന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ക്യാൻസൽ ആവുകയാണ് ചെയ്തത്. പക്ഷെ ഇനിയൊരു തവണ അങ്ങനെ ഉണ്ടാവില്ല. പഠിച്ചു വെക്കുക പുതുക്കിയ ഫീസ് നിരക്കുകൾ. അപ്പെക്സ് SCU 7500, സെൻട്രൽ ഫെഡറൽ 4500, ക്രെഡിറ്റ് ഹൗസിംഗ് 3000, അതർ സൊസൈറ്റീസും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും 1500. ഇനി ആരെയൊക്കെയാണ് ഇലക്ഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഏതൊരു സംഘത്തിന്റെയും ഫസ്റ്റ് ഇലക്ഷൻ ഫ്രീ ആയിരിക്കും. സ്കൂൾ കോളേജ് സൊസൈറ്റികളുടെ ഇലക്ഷന് ഫീസ് ഇല്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് SC STയോ അതേപോലെ അവരെന്താ പറയാ ഡിസേബിൾഡ് പേഴ്സണോ ഒക്കെ ആണെങ്കിൽ അവർക്കും ഇലക്ഷൻ ഫീസ് ഇല്ല എന്ന് ഓർത്തു വെച്ചേക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ, ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ് will remain for a period of dash from the date of enhancement of value of share. ഫീസിന്റെ അമെന്റ്മെന്റ് റൂളിലാണ് വന്നതെങ്കിൽ ഇത് സെക്ഷൻ 19 പുതുതായി കൂട്ടിച്ചേർത്ത സെക്ഷൻ 19 2 അതായത് ഏതെങ്കിലും ഒരു സംഘത്തിന്റെ ജനറൽ ബോഡി അവരുടെ ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പുതുക്കിയ അതായത് ഉയർത്തിയ ഷെയർ വാല്യൂ എത്രയാണോ അത് അടയ്ക്കുമ്പോൾ മാത്രമാണ് ഒരു മെമ്പർ എന്ന നിലയിലുള്ള റൈറ്റ്സ്, നമുക്കറിയാലോ നമ്മൾ 19B റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഒരു മെമ്പർ എന്നുള്ള നിലയിലുള്ള റൈറ്റ്സ് ലഭിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ആ ഫീസ് അതായത് ഉയർത്തിയ വാല്യൂ അടച്ചില്ലെങ്കിലും ആൾക്ക് 5 വർഷം വരെ മെമ്പറായി തുടരാം എന്നുള്ളതാണ്. നോക്കൂ, മെമ്പർഷിപ്പ് എത്ര കാലം വരെ തുടരുമെന്നാണ്? 5 years ആണ്. ഞാൻ പറയുന്നത് ആക്ടിലും റൂളിലുമുള്ള അമെന്റ്മെന്റ് പഠിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നോക്കൂ, സെക്ഷൻ 19 നമുക്ക് എല്ലാവർക്കും അറിയാം. മെമ്പേഴ്സ് ഡു നോട്ട് എക്സൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെന്റ്സ് ആർ മെയ്ഡ്. അടയ്ക്കേണ്ട തുകകളെല്ലാം അടയ്ക്കുന്നത് വരെ ഒരു മെമ്പർ എന്നുള്ള നിലയിലുള്ള അവകാശങ്ങൾ ലഭിക്കുകയില്ല. അതിപ്പോ എവിടെയാണെങ്കിലും അങ്ങനെയല്ല. നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് അവിടുത്തെ ഫീസ് അടയ്ക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ആ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിലോട്ട് ചേർന്ന് മുഴുവൻ പഠിക്കാൻ കഴിയുകയുള്ളൂ.
ഒരു സംഘത്തിലും മെമ്പർ അടയ്ക്കേണ്ട എല്ലാ തുകകളും അടയ്ക്കുമ്പോഴാണ് ആൾക്ക് മെമ്പർ എന്നുള്ള നിലയിലുള്ള റൈറ്റ്സ് ലഭിക്കുന്നത്. 19 2 കൂട്ടിച്ചേർത്തു. ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ, the right of a member to continue in membership remain for a period of 5 years from the date of enhancement of value of share. Share value ഉയർത്തിയാൽ 5 വർഷം വരെ മെമ്പർ ആയി തുടരാം. But shall be allowed to exercise his rights as a member only upon remitting the enhanced value of the shares. അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്ന അത്രയും ഷെയറുകൾക്ക് ആ ഉയർത്തിയ തുക അടയ്ക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മെമ്പർ എന്നുള്ള നിലയിലുള്ള റൈറ്റ്സ് ലഭിക്കുന്നത്. 19B നമുക്കറിയാം, ഒരു മെമ്പർക്ക് ഒരു സംഘത്തിൽ നിന്ന് ഏതൊക്കെയാണ് ഫ്രീ ഓഫ് കോസ്റ്റിന് അല്ലെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാം എന്നുള്ളതാണ്. അതിലും പുതുതായിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർത്തു. നോക്കൂ, 19B എന്താണ്? റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. എവറി സൊസൈറ്റി ഷാൽ കീപ് അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് KCS ആക്ട് ആൻഡ് റൂള്, ആക്ടിന്റെ അപ് ടു ഡേറ്റ് കോപ്പി, റൂളിന്റെ അപ് ടു ഡേറ്റ് കോപ്പി, അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് ബൈലോ, മെമ്പേഴ്സിന്റെ രജിസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ഓഡിറ്റ് ബാലൻസ് ഷീറ്റ്, പിന്നെ അതേപോലെ തന്നെ ആ മെമ്പറുടെ ആരാണോ പരിശോധിക്കാൻ പോകുന്ന ആ മെമ്പറുടെ സ്വന്തം ട്രാൻസാക്ഷൻസ് അല്ലെ, ദ അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ സോഫ ആസ് ദേ റിലേറ്റ് ടു ഹിസ് ഓർ ഹെർ ട്രാൻസാക്ഷൻ, അവരുടെ സ്വന്തം ട്രാൻസാക്ഷൻസ് ആണ് നോക്കുന്നത്. Summary of defects included in the latest statutory audit report along with the rectification report approved by the committee and general body of the society. പുതുതായിട്ട് ഒരെണ്ണം കൂട്ടിച്ചേർത്തു. ലാസ്റ്റ് ഓഡിറ്റിലെ സമ്മറി ഓഫ് ഡിഫക്ട്സ്, ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പ്രകാരമുള്ള സമ്മറി ഓഫ് ഡിഫക്ട്സ്. അത് മാത്രം പോരാ, മാനേജിംഗ് കമ്മിറ്റിയും ജനറൽ ബോഡിയും അപ്രൂവ് ചെയ്ത അതിന്റെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും ഒരു മെമ്പർക്ക് പരിശോധിക്കാം. നോക്കൂ, എവറി സൊസൈറ്റി ഷാൽ കീപ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് അറ്റ് ദ രജിസ്റ്റേർഡ് അഡ്രസ്. സംഘത്തിന്റെ രജിസ്റ്റേർഡ് അഡ്രസ്സിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യാൻ കഴിയും? അത് പരിശോധിക്കാനായിട്ട് കഴിയുമെന്ന് ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ പരിശോധിക്കാൻ കഴിയണം. അതൊരു മെമ്പർക്കുള്ള റൈറ്റ് ആണ്. 19 പറയുന്നത് എല്ലാ ഡ്യൂ പേയ്മെന്റ്സ് അടച്ചാൽ മാത്രമേ ഈ റൈറ്റ്സ് ലഭിക്കൂ എന്നാണ്. പുതുതായി കൂട്ടിച്ചേർത്താണ് സെക്ഷൻ 19 2. അപ്പൊ ഇനി അവിടെ വേണമെങ്കിൽ വേറൊരു ചോദ്യം വരാം. ഒരു സംഘത്തിന്റെ ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? ജനറൽ ബോഡിക്ക്. ജനറൽ ബോഡി എൻഹാൻസ് ചെയ്ത ഷെയർ വാല്യൂ അടയ്ക്കുമ്പോൾ മാത്രമാണ്, ഉയർത്തിയ വാല്യൂ അടയ്ക്കുമ്പോൾ മാത്രമാണ് മെമ്പർക്ക് മെമ്പർ എന്ന നിലയിലുള്ള റൈറ്റ്സ് ലഭിക്കുകയുള്ളൂ. പക്ഷെ അത് അടച്ചില്ലെങ്കിലും 5 വർഷവും കൂടി മെമ്പർഷിപ്പിൽ തുടരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മോണിറ്റേർഡ് ബൈ. എപ്പോഴും നമ്മുടെ എക്സാമിന് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളോട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുകൊണ്ട് തരും, എന്നിട്ട് നമ്മൾ അവിടെ രജിസ്ട്രാർ എന്നും ഓപ്ഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ RBI എന്നും ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നോ കോപ്പറേറ്റീവ് ബാങ്ക് എന്നോ ബാങ്ക് എന്നുണ്ടോ? ഉത്തരം RBI ആയിരിക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരുടെ പ്രീവിയസ് അപ്രൂവൽ വാങ്ങണം? RBIയുടെ. നമ്മുടെ എക്സാമിന് പലവട്ടം CSEB ചോദിച്ച ചോദ്യമാണിത്. ഒരു അർബൻ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റീ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ്, റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആരുടെ പ്രിയർ അപ്രൂവൽ ആണ് വാങ്ങേണ്ടത്? RBIയുടെ പ്രിയർ അപ്രൂവൽ ആണ്. കാരണം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ RBI ഇഷ്യൂ ചെയ്യുന്ന സെക്ഷൻ 22 BR ആക്ടിന്റെ സെക്ഷൻ 22 പ്രകാരം RBI ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിങ് ലൈസൻസോടുകൂടി വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്തായിരിക്കും? RBI. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചൂടെ, ഒരു ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക് ആണ് അല്ലെ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഇന്ത്യൻ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ് ഉത്തരം. ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ എക്സാമിന് വരാറുണ്ട്. അടുത്തത്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ %% ടു റിസർവ് ഫണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, KCS ആക്ടിന് അത്രയൊന്നും പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും പഠിക്കണം. അതിൽ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് നോക്കണം, അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് നോക്കണം. കാരണം സെക്ഷൻ 4 രജിസ്ട്രാർ ആണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മുന്നേ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാരണം KCS ആക്ടിന്റെ സെക്ഷൻ 3 രജിസ്ട്രാറെ പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത് അല്ലെ. പക്ഷെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആകുമ്പോൾ സെക്ഷൻ 4 അങ്ങനെ ഇടയ്ക്കെങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് പഠിക്കണം. പ്രത്യേകിച്ച് ഈ റിസർവ് ഫണ്ടിന്റെ ഭാഗം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന പെർസെന്റേജ് എന്താണ്? 15%. കാരണം KCS ആക്ടിലെ സെക്ഷൻ 56 പ്രകാരം നെറ്റ് പ്രോഫിറ്റിന്റെ ഡിസ്പോസൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊരു സംഘവും അവരുടെ നെറ്റ് പ്രോഫിറ്റിന്റെ നോട്ട് ലെസ് ദാൻ 15% റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ഇവിടെയും ആ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതാണോ ശരി? അല്ല.
25%. കാരണം ചോദിച്ചിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പഠിക്കുക, ഓർക്കുക, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം അവരുടെ ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 25% ആണ് എന്ത് ചെയ്യേണ്ടത്, നോട്ട് ലെസ് ദാൻ 25% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഒക്കെ പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് ഉണ്ട്. വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അടുത്തത് അക്കൗണ്ടൻസിയുടെ ഭാഗത്താണ് പ്രോബ്ലംസ് വന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞാൽ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത, അങ്ങനെ സാധാരണയായിട്ട് ചോദിക്കാറില്ല, പക്ഷെ കഴിഞ്ഞ ഒരു 2-3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നടന്ന ക്ലർക്ക് എക്സാമിനും ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികളുണ്ടല്ലേ, അക്കങ്ങളും തുകകളും കണ്ടാൽ തന്നെ അവർക്ക് ടെൻഷനാണ്. മാത്സ് പഠിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കൊമേഴ്സ് എടുത്തതെന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ ഇതൊന്നും അത്രയൊന്നും ഇല്ലാതെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിസാരമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ പറയും, അയ്യോ ഇത് ഇത്ര ഈസി ആയിരുന്നു എന്നോട് ചോദിക്കും. നോക്കൂ, ഇഫ് ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് ഓഫ് എ മെറ്റീരിയൽ ആർ ₹10 and ₹12 റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു മെറ്റീരിയൽ, ഒരു വസ്തുവിന്റെ സ്റ്റാൻഡേർഡ് ആക്ച്വൽ പ്രൈസ് 10 രൂപയും അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് 10 രൂപയും ആക്ച്വൽ പ്രൈസ് 12 രൂപയുമാണ്. ആൻഡ് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി 2100 യൂണിറ്റ് വിച്ച് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ബൈ 100 യൂണിറ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയേക്കാൾ 100 യൂണിറ്റ് കൂടുതലാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് ദ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്? ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെയും ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, MPV കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നിസാരമായിട്ട് ഉത്തരത്തിലേക്ക് എത്തും. നോക്കൂ, എങ്ങനെയാണ് MPV കണ്ടുപിടിക്കുക? ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഇത്രയേ ഉള്ളൂ. നോക്കൂ, AQ അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി, SP സ്റ്റാൻഡേർഡ് പ്രൈസ്, AP ആക്ച്വൽ പ്രൈസ് എല്ലാം തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂസും അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2100 ആണ്. ഇനി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 100 യൂണിറ്റ് കൂടുതലാണെന്നുള്ളത് പഠിക്കേണ്ട കാര്യം പോലും ഇല്ല. ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ല, അതിന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനത് ആവശ്യം പോലും ഇല്ല. ആക്ച്വൽ ക്വാണ്ടിറ്റി 2100, സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ, ആക്ച്വൽ പ്രൈസ് 12 രൂപ അല്ലെ. അല്ല, ആക്ച്വൽ പ്രൈസ് ആയിരുന്നു 12 അല്ലെ. തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് 10ഉം ആക്ച്വൽ പ്രൈസ് 12ഉം. സോ 10 - 12 -2 ആണ് അല്ലെ. 2100 × -2 ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എത്ര വന്നു? 4200. പക്ഷെ -4200. കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ ആയിരിക്കും. കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയതുകൊണ്ടാണ് അഡ്വേഴ്സ് 4200. ഇത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 4200 ഫേവറബിൾ എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഈ ഇക്വേഷൻ അറിയാതെ പോകുന്ന ഒരു കുട്ടിക്ക് അല്ലെ, MPV മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാൻ AQ × SP - AP എന്നുള്ളത്, അല്ലെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി × സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് എന്ന് അറിയാതെ പോകുന്ന ഒരു കുട്ടിക്ക് ഇത് ടഫായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അയ്യോ ഇതൊക്കെ ഇപ്പൊ എവിടുന്ന എടുത്ത് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ എങ്ങനെ എഴുതാന്ന് തോന്നും. പക്ഷെ അടുത്ത എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഈ ഏരിയയും കൂടി എന്ത് ചെയ്തിട്ട് പോകണം? പഠിച്ചിട്ട് പോകണം കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ദ നെറ്റ് പർച്ചേസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 12 ലക്ഷം, 12 lakh. Opening stock at cost and closing stock are 2,50,000 and 1,50,000 respectively. What is the cost of goods sold? Cost of goods sold കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് 13 lakh ആണ് ഇതിന്റെ ഉത്തരം വരിക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ എന്താണ്? പർച്ചേസ് 12 ലക്ഷം മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 1,50,000. ഉത്തരം 13 ലക്ഷം. കേരളത്തിലെ പ്രമുഖ സഹകരണ കൂട്ടായ്മയായ സഹകരണ വീക്ഷണവുമായി ചേർന്ന് ദേവിക പ്ലസ് പോയിന്റ് ഓൺലൈൻ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നു. CSEB നടത്തുന്ന ക്ലർക്ക് ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങി എല്ലാ തസ്തികകളിലേക്കും ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പുതിയ ക്ലാസ്, ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ, ഇപ്പോൾ ആക്ടിലാണെങ്കിലും റൂളിലാണെങ്കിലും BR ആക്ടിൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. എല്ലാ അമെന്റ്മെന്റുകളും ഉൾപ്പെടുത്തി 2025 ഫെബ്രുവരിക്ക് ശേഷം എടുക്കുന്ന പുതിയ ക്ലാസ്സുകളാണ് നമ്മൾ ആപ്പ് ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ സിലബസിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത ഇംഗ്ലീഷും മാത്സും GKയും എല്ലാം ഉൾപ്പെടുത്തി പ്രിപ്പയർ ചെയ്ത കോപ്പറേറ്റീവ് വിന്നറിന്റെ ഗൈഡുകളും നിങ്ങൾക്ക് ഈ കോഴ്സിനൊപ്പം ലഭിക്കും.
അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പർ അത് തന്നെയാണ് 8893565553 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്